ഹലോ, വെൽക്കം ബാക്ക് ടു ഹോം ഗ്രോൺ റെസിപ്പീസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മീറ്റ് പൊട്ടാറ്റോ പോപ്പേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 4 മീഡിയം സൈസ് പൊട്ടാറ്റോ വേവിച്ച് നല്ലപോലെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സവാള ചേർക്കാം. ഞാനിവിടെ 2 ചെറുതായി അരിഞ്ഞ സവാള ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച ബീഫിനൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ആഡ് ചെയ്യാം. ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനൊന്ന് ഉപ്പും ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ റൗണ്ട് ബോൾ ഷേപ്പാക്കി നമ്മൾ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ബോൾ ഷേപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്യാനായി നമ്മൾക്ക് മൈദയും ഒരു മൈദ ബാറ്ററും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ആവശ്യമുണ്ട്. അതായത് ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നല്ലൊരു ലൂസ് ബാറ്റർ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഈ ആക്കി വെച്ച ബോൾസിനെ ഒന്ന് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വീണ്ടും ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് ഡീപ്പ് ഫ്രൈ അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താലും മതി. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത്. ഈ പൊട്ടാറ്റോ മീറ്റ് ബോൾസിൻ്റെ മിക്സ്ചർ ലൂസായിട്ടുണ്ടെങ്കിൽ അത് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് തിക്കിലുണ്ടെങ്കിൽ മാത്രം ഡീപ്പ് ഫ്രൈ ചെയ്താൽ മതി. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മളിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മീറ്റ് പൊട്ടാറ്റോ പോപ്പേഴ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക്